നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ആഴ്ചയിലെ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത്, നിള വൈൻ സംസ്ഥാനത്തെ ആദ്യത്തെ വൈൻ നിർമ്മാണ യൂണിറ്റാണ് നിള. കേരള കാർഷിക സർവകലാശാലയാണ് കേരളത്തിൻ്റെ തനത് പഴങ്ങളിൽ നിന്നുള്ള ഈ വൈനുകൾ ഒരുക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷൻ്റെ പ്രീമിയം ഔട്ട്ലെറ്റുകൾ വഴിയാണ് വിൽപ്പന. എക്സൈസ് വകുപ്പിൻ്റെ ലേബൽ ലൈസൻസ് ലഭിച്ചതോടെയാണ് നിള കാഷ്യൂ ആപ്പിൾ വൈൻ, നിള പൈനാപ്പിൾ വൈൻ, നിള ബനാന വൈൻ എന്നിവ വിപണിയിലെത്തുന്നത്. അടുത്ത ചോദ്യം, കെഫ്റ്റ് കെ സ്മാർട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നതാണ് പൂർണ്ണരൂപം. 1 മണിക്കൂറിനുള്ളിൽ കരാറുകാരുടെ അക്കൗണ്ടിൽ പണമെത്തിക്കാൻ കെഫ്റ്റ് എന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം തയ്യാറായി. ബില്ലുകൾ ഓൺലൈനായി നൽകിയാൽ മതി. തദ്ദേശ വകുപ്പിൽ കെ സ്മാർട്ടിൻ്റെ തുടർച്ചയായി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച കെഫ്റ്റ് കെ സ്മാർട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഏപ്രിൽ 1 മുതൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പാകും. കോഴിക്കോട് കോർപ്പറേഷനിൽ തുടങ്ങി തദ്ദേശ സ്ഥാപനങ്ങളുടെ പണമിടപാട് സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം ഉദ്യോഗസ്ഥർക്ക് എവിടെയിരുന്നും ഏതു സമയത്തും ബിൽ പാസ്സാക്കാനുമാകും. അടുത്തത്, വിനോദ് കുമാർ ശുക്ലയ്ക്ക് ജ്ഞാനപീഠം. 59ാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് 88കാരനായ വിനോദ് കുമാർ ശുക്ല. 2020 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ഇദ്ദേഹത്തിൻ്റെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂവിനായിരുന്നു. സമകാലിക ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനികളിലൊരാളായ അദ്ദേഹം ജ്ഞാനപീഠം നേടുന്ന 12ാം ഹിന്ദി എഴുത്തുകാരനുമാണ്. ഹിന്ദി സാഹിത്യത്തിലെ സംഭാവനകൾക്കും സർഗാത്മക രചനാശൈലിക്കുമുള്ള ബഹുമതിയാണിതെന്ന് ജ്ഞാനപീഠ നിർണയ സമിതി പറഞ്ഞു. ജ്ഞാനപീഠ ജേതാവ് പ്രതിഭ റായിയുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ മലയാളി സാഹിത്യകാരൻ പ്രഭാവർമ്മയും അംഗമായിരുന്നു. 11 ലക്ഷവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത കറണ്ട് അഫെയർ, അമേരിക്കയുടെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. ബിഗ് ജോർജ് എന്നറിയപ്പെട്ടിരുന്ന ഫോർമാൻ 2 തവണ ഹെവി വെയ്റ്റ് ലോക ചാമ്പ്യനായി. 1968 മെക്സിക്കോ ഒളിമ്പിക്സിൽ സ്വർണം നേടി. 1972 ഫ്രേസറെ തോൽപ്പിച്ചാണ് ഫോർമാൻ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായത്. എന്നാൽ 1974 കിരീടം നിലനിർത്താനുള്ള മത്സരത്തിൽ മുഹമ്മദ് അലിയോട് പരാജയപ്പെട്ടു. മധ്യ ആഫ്രിക്കൻ രാജ്യമായ സയറിലെ കീൻ ഷാസയിൽ നടന്ന പോരാട്ടം ദി റംബിൾ ഇൻ ദി ജംഗിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1977 ജിമ്മി യങ്ങിനോടും തോറ്റതോടെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചു. അടുത്തത്, ലണ്ടൻ ശീതയുദ്ധത്തിൻ്റെ ഗതി മാറാൻ കാരണക്കാരനായ സോവിയറ്റ് KGB ഓഫീസർ ഏജന്റ് ഒലെഗ് ഗൊർദിയേവ്സ്കി 86 വയസ്സ് അന്തരിച്ചു. KGBക്കുള്ളിൽ നിന്ന് ബ്രിട്ടനു വേണ്ടി ചാരപ്പണി നടത്തിയ ഗൊർദിയേവ്സ്കി ഈ മാസം 4 ഇംഗ്ലണ്ടിലാണ് അന്തരിച്ചത്. 1985 മുതൽ ഇവിടെയായിരുന്നു താമസം. 1980കളിൽ സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷങ്ങൾ ഗുരുതരമായ നിലയിലേക്ക് വളരാതിരിക്കാൻ സഹായിച്ചത് ഗൊർദിയേവ്സ്കി നൽകിയ രഹസ്യ വിവരങ്ങളായിരുന്നു. 1938 മോസ്കോയിൽ ജനിച്ച ഗൊർദിയേവ്സ്കി 1960കളുടെ തുടക്കത്തിലാണ് KGBയിൽ ചേർന്നത്. 1970കളിൽ അദ്ദേഹം ബ്രിട്ടനു വേണ്ടി ചാരപ്പണി തുടങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങൾ.